കേരളത്തിൽ ബി.ജെ.പിക്ക് അനുകൂല വിധിയെഴുത്തുണ്ടാകുമെന്ന ആറ്റിങ്ങൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി വി മുരളീധരൻ. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ജനങ്ങൾക്ക് വികസനം താരതമ്യം ചെയ്യാനുള്ള അവസരമായി മാറിയെന്നും സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നത് വെറും വാക്കല്ലെന്നും നടപ്പിലാക്കുന്ന വാക്കാണെന്നും വി മുരളീധരൻ അമൃത വാർത്തകളോട് പറഞ്ഞു. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് ആറ്റിങ്ങലിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി വി മുരളീധരൻ. മണ്ഡലത്തിലുടനീളം വാഹന പര്യടനം നടത്തി സൗഹൃദം പങ്കിട്ടും രാഷ്ട്രീയം പറഞ്ഞുമാണ് വി മുരളീധരന്റെ അവസാനഘട്ട വോട്ടുറപ്പിക്കൽ. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോളം ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം കഴിഞ്ഞ 8 വർഷമായി കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനവികാരം, അവരുടെ അഴിമതിയും അക്രമവും, അതിനെതിരായിട്ടുള്ളൊരു വികാരം കേരളത്തിൽ നിലനിൽക്കുന്നു. ആ വികാരം ആർക്ക് അനുകൂലമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ എൻ്റെ വിലയിരുത്തൽ ജനങ്ങൾ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് വോട്ട് ചെയ്തതുകൊണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കോൺഗ്രസ് ഒരു കാരണവശാലും ദേശീയ തലത്തിൽ ഭരണത്തിൽ വരില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു എം.പിയെ തെരഞ്ഞെടുത്ത് ആ പ്രദേശത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഭരണത്തിൽ വരുമെന്ന് ഉറപ്പുള്ള നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ഒരു ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ എം.പി അഥവാ ബി.ജെ.പിയുടെ ജനപ്രതിനിധി, അങ്ങനെ ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുക്കാൻ ജനങ്ങൾ തീരുമാനമെടുക്കും എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നത് വെറുമ്പാക്കല്ലെന്ന് പറയുന്ന മുരളീധരൻ ജനമനസ്സുകളിൽ ഈ സന്ദേശം ആഴത്തിലിറങ്ങിയിട്ടുണ്ടെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി വികസനത്തിൻ്റെയും പുരോഗതിയുടെയും കാര്യത്തിൽ, ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ എല്ലാവരുടെയും വികസനം, എല്ലാവരുടെയും ക്ഷേമം, എല്ലാവർക്കും ഒപ്പം എന്നുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചോളം അതേ സമീപനമാണ്. അത് ജനങ്ങൾക്കെല്ലാവർക്കും ബോധ്യമായിട്ടുള്ളതാണ്. ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടുള്ളതുമാണ്. എതിരാളികളുടെ വിമർശനങ്ങൾക്ക് കൂടുതൽ ഇരയാകുന്ന സ്ഥാനാർത്ഥി താനാണെന്നും ആറ്റിങ്ങലിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി പങ്കുവച്ചു. 2 കാര്യങ്ങൾ. ഒന്ന്, അവരെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടുപേരും പരസ്പരം സൗഹൃദത്തിലായതുകൊണ്ട് അവർ തമ്മിൽ പരസ്പരം ആക്രമിക്കില്ല. അവരാകെ ആക്രമിക്കുക എനിക്കെതിരായിട്ടാണ്. 2, കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന നിരവധി പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ കേരളത്തെ സംബന്ധിച്ചോളം ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ, നരേന്ദ്രമോദിജിയുടെ മന്ത്രിസഭയിലെ അംഗം എന്നുള്ള നിലയിൽ എനിക്ക് അനുകൂലമായിട്ട് മാറുമോ എന്നുള്ള ഭയം ഇവർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്കെതിരായിട്ട് എങ്ങനെ കരിവാരിത്തേക്കാം എന്നുള്ള എല്ലാ പരിശ്രമങ്ങളും അവർ ഓരോ ഘട്ടത്തിലും ഓരോ സന്ദർഭത്തിലും ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഞാൻ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെ കാണുന്നുള്ളൂ. ഒരു പകൽ മുഴുവൻ നീളുന്ന പ്രചരണം അവസാനിച്ചാലും ഈ സ്ഥാനാർത്ഥിക്കും പ്രവർത്തകർക്കും വിശ്രമവുമില്ല. വിലയിരുത്തലുകളും ആസൂത്രണങ്ങളും നടത്തി രാവേറെ വരെ നീണ്ടു നിൽക്കുന്ന ചർച്ചകളിലേക്ക് കൂടി ഇത് നീങ്ങും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.